സ്തോത്രം യേശുവിന് നന്ദി. എൻ്റെ പേര് മരിയ ബിജു. ഞാൻ വിനീതലത്തിൽ നിന്ന് വരുന്നു. ഞാൻ ആഗസ്റ്റ് 2-ാം തീയതി മുതലുള്ള അഖണ്ഡജപമാലയ്ക്ക് ഞാൻ സംബന്ധിച്ചിരുന്നു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം വരാത്തുള്ളൂ. എനിക്ക് കിട്ടിയൊരു രോഗസൗഖ്യമുണ്ട്. എനിക്ക് 3-4 മാസം മുമ്പ് തൊട്ട് തുടങ്ങി എനിക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നാൽ നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലഡ് ക്ലോസറ്റ് മുഴുവൻ ഫ്രഷ് ബ്ലഡ് പോകുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസത്തേക്ക് ഭയങ്കര വേദനയും ഇച്ചിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ 2 മാസങ്ങൾക്ക് മുമ്പ് തൊട്ട് അത് കോൺസ്റ്റിപ്പേഷൻ ഇല്ലെങ്കിൽ തന്നെയും അങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പം എനിക്കത് അത് പക്ഷെ ഞാനത് കാര്യമാക്കിയിരുന്നില്ല. കാരണം ഞാൻ ഒരു ദിവസം ഇതുപോലെ അഖണ്ഡജപമാല ലിങ്ക് ഓപ്പൺ ചെയ്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ അത് എനിക്ക് ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേഷനാണ്. അപ്പം ഞാൻ ഓർത്തു എൻ്റെ ദൈവം ഇന്നും എനിക്ക് ഇങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ തന്നെ ആ അഖണ്ഡജപമാല ലിങ്ക് സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ബാത്റൂമിൽ പോയി ക്ലോസറ്റ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ആ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഈ പ്രാവശ്യം എനിക്കിങ്ങനെ ഉണ്ടാവരുത്, ഇനി എനിക്ക് പൂർണ്ണമായ ഇതൊരു ഉണ്ടാവണമെന്ന് പറഞ്ഞു. സത്യമായിട്ടും ആ ദിവസം ആ സമയത്ത് എനിക്ക് നന്നായിട്ട് കോൺസെൻട്രേഷനായിട്ടാണ് പോയതെങ്കിലും എനിക്ക് ഒരു തുള്ളി ബ്ലഡ് പോലും എനിക്ക് ബാത്റൂമിലേക്ക് വീഴാൻ ഇടയായില്ല. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ വേറൊരു കാര്യം, എൻ്റെ മമ്മയുടെ ആങ്ങളയുടെ മോള് ഇസ്രായേലിന് പോകാൻ വേണ്ടിയിട്ട് അവള് പിന്നെ 17 ലക്ഷം രൂപ കൊടുത്തു ബോംബെ പോയി ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഇന്റർവ്യൂവിന് പോയി. അപ്പോൾ അവിടുന്ന് ഇസ്രായേലിൽ നിന്ന് പറ്റി പേഷ്യൻസിന് വിസ അടിച്ച് അവൾക്ക് കിട്ടി. പക്ഷേ അവൾക്ക് ആദ്യത്തെ ഇന്റർവ്യൂ അവൾ പാസ്സായില്ല. അതിനുശേഷം 2ാമത്തെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് കുറേ സമയം എടുത്തു. അപ്പോഴത്തേക്ക് അവർ ആ വിസ ക്യാൻസൽ ചെയ്തു. ഒത്തിരി സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ക്യാൻസൽ ചെയ്തു. അപ്പോഴത്തേന് ആകെപ്പാടെ പ്രശ്നമായി. അവിടെ വീട്ടിൽ വലിയ ഇഷ്ടമൊന്നും ഇല്ലാതെയാണ് അവൾ പോയത്. അപ്പം ഇത്രയും പൈസ മുടക്കിയിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പം അത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 30,000 രൂപ ഒരു മാസം പലിശ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി 2 മാസം നാട്ടിൽ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ട്. അവള് റൂമിൽ നിന്ന് ഇറങ്ങാതെ ആരോടും സംസാരിക്കാതിരിക്കാൻ തുടങ്ങി. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആരോടും പറഞ്ഞില്ല, എന്നോടും വേറൊരു നീസിനോടും മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടി പ്രാർത്ഥിക്കാൻ, ഞാൻ അഖണ്ഡജപമാലയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇത് എഴുതിയിട്ട് റിക്വസ്റ്റ് എഴുതിയിട്ടിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു 2 മാസം കൂടെ കഴിയാതെ ഇനി വേറൊരു പുതിയ പേഷ്യനെ കിട്ടണം, പിന്നെ വിസ അടിക്കണം, പിന്നെ ആദ്യത്തെ പോലെ തന്നെ ഇന്റർവ്യൂ എല്ലാം അപ്ഡേഷനും എല്ലാം വേണം. അതുകൊണ്ട് സമയം എടുക്കുന്നതുകൊണ്ട് നാട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് നാട്ടിൽ പോകാൻ ഇഷ്ടമില്ല. അവരോട് എന്ത് ചെയ്യുന്ന പറയും, അതങ്ങനെ അവർ വിഷമിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു. പിന്നെ അഖണ്ഡജപമാലയുടെ ലിങ്ക് അവർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അവിടെ അമ്മയ്ക്ക് ഇട്ട് കൊടുത്തു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ ഇന്നലെ തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കയറി വരാൻ പറഞ്ഞു. കയറി വന്നു. അവൾ ഇന്റർവ്യൂ പാസ്സായി. നാളെ രാവിലെ അവൾ ഇസ്രായേലിന് തിരിച്ചു കയറി പോവുകയാണ്. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ എൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ 2 മക്കൾ പുറത്തേക്ക് പോകാൻ വേണ്ടി പൈസ കൊടുത്തിരുന്നു. അത് പിന്നെ 2.5 വർഷമായി ഇപ്പം അത് കിട്ടിയിട്ട്. അത് ഒരു നിർത്തുമില്ലായിരുന്നു, പോകാനും പറ്റിയില്ല, പൈസയും കിട്ടാതിരിക്കുമായിരുന്നു. അവർ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ ഇടേണ്ടത് എന്ന് ചോദിച്ചു. എന്നെ വിളിച്ചു, പൈസ ഇട്ട് വന്നു. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ എൻ്റെ കൊച്ചു നഴ്സിങ്ങിന് പഠിക്കാൻ പോയിട്ട് അവിടെ പൈസയും INC ഇല്ലാത്തൊരു സ്കൂളിലായിരുന്നു നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് അവർ സ്റ്റോപ്പ് ഔട്ട് ആയിട്ട് കയറി പോന്നു. അവിടെ പൈസയും സർട്ടിഫിക്കറ്റും കിട്ടാനുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റും പൈസയും കുറച്ച് പൈസ കിട്ടി. 1,05,000 രൂപ കിട്ടാതെ കിടക്കുമായിരുന്നു. അപ്പോൾ 6 മാസത്തോളമായി. അവരെ വിളിച്ചാൽ എടുക്കത്തുമില്ല, ഒന്നുമില്ലായിരുന്നു. പക്ഷേ മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതും അഖണ്ഡജപമാലയുടെ ലിങ്ക് ഞാൻ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറ്റർഡേ വന്ന് കളക്ട് ചെയ്തോ, ഒന്നിലെ മോനോ അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലോ പിന്നെ കളക്ട് ചെയ്തോളാൻ പറഞ്ഞു എന്ന പൈസ. അപ്പം നാളെ അത് കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നു. ഞാനെല്ലാം വളരെ മറന്നുപോയി. പിന്നെ അതുകൊണ്ട്
അങ്ങനെ ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. മാതാവിനും പിന്നെ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഞാൻ പ്രാർത്ഥിച്ച എല്ലാവർക്കും ബാബുബ്രദറിനും ഫ്രണ്ട്സ് എല്ലാവരുടെയും വോളണ്ടിയേഴ്സിൻ്റെ എല്ലാം മുഖം കണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എല്ലാവരുടെയും പേരൊന്നും അറിയില്ല. എന്നാലും അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു ജപമാല ഫുള്ള് ഞാൻ കാഴ്ചവെക്കുന്നുണ്ട്.